എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി പൂ കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തി പൂ കൊണ്ട് സ്ക്വാഷ് ഇപ്പം ചിലർക്കെങ്കിലും ഒക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടാവാം. അപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ സ്ക്വാഷ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരു മായങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പ്രകൃതിദത്തമായിട്ട് ചെയ്യുകയാണ് ഇവിടെ. ഇപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ സർബത്ത് കഴിക്കാറുണ്ട്. പലതുകൊണ്ട് ഈ സർബത്തൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് നമുക്കാണെന്നുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ പലർക്കും ചിലർക്ക് അറിയത്തില്ല, പിന്നെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ എല്ലാം കൂടെ പറയുമ്പോൾ കടയൊക്കെ കഴിക്കാം. പിന്നെ പലരും ചെറുതായിട്ട് ഇതെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, കടയിലൊന്നും പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും വീട്ടിൽ ചെയ്താൽ കിട്ടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാരും മടിച്ചുകളുമാണ് ഇത് അങ്ങനത്തെ കാര്യം ചെയ്യണത്. അപ്പോൾ പറഞ്ഞു ഒത്തിരി ദീർപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഷിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനം മതി. ഇതാണെന്നുണ്ട് ചെമ്പരത്തി പൂവ്. ചെമ്പരത്തി പൂവ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 50 പൂവിന് നേരെ ഉണ്ട് ഇപ്പോഴത്തേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി പൂവൊക്കെ കിട്ടാനായിട്ട് പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള സാധനമാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്ന ചെമ്പരത്തിയാണ്. ഇത് നല്ല ചുമന്ന ചെമ്പരത്തി. ഈ ചെമ്പരത്തി പൂ വേണം നിങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട്. മറ്റുള്ള ചെമ്പരത്തി പൂക്കളൊന്നും എടുക്കരുത്, ഈ ചെമ്പരത്തിയാണ് വേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 50 പൂവിന് മേലെയുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ചെറുനാരങ്ങ. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ 3/4 കിലോ പഞ്ചസാര. ഇത്രയാണ് നമ്മുടെ ഈ സ്ക്വാഷിന് വേണ്ട കാര്യങ്ങൾ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് പെട്ടെന്ന് ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം നോക്കാം. നേരിടാൻ കാണിച്ചേക്കാൻ ഓർത്തു. അപ്പോൾ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവിൻ്റെ എല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് ഇതിൻ്റെ താഴത്തെ ഇതെല്ലാം പറിച്ച് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ വേണ്ടത് ഈ പൂവിൻ്റെ എല്ലാം എതൾ മാത്രമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഈ ചെമ്പരത്തിയുടെ എല്ലാത്തിൻ്റെ എതള് ഇതൊന്ന് മാറ്റാം. അപ്പോഴാണ് അതിനൊക്കെ തന്നെ മുഖ്യമായിട്ടൊന്നും ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളം. ഇപ്പോൾ വെള്ളം ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ലിറ്ററോളം ഉണ്ട്. നമുക്ക് ഈ 1.5 ലിറ്റർ വെള്ളം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് എല്ലാം നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. നന്നായിട്ട് വേവിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്പരത്തിയുടെ ഒക്കെ ഈ ചുമപ്പ് കളറുണ്ടല്ലോ, ഇതെല്ലാം ഇതിനകത്തോടെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ എതൾ കളഞ്ഞ് നേരെ ഇതിനകത്തോട്ടേക്ക് എല്ലാം നന്നായിട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ എല്ലാ ഇതള് കളഞ്ഞെടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം ഇത് മേലോട്ട് പൊന്തിയിരിക്കുകയാണ്. നമുക്കിനി ഇപ്പോൾ ഇത് നന്നായിട്ട് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നേരിട്ട് ഇങ്ങനെ വെക്കരുത്. ഇതിന് മേലെ ഒരു പാത്രം കൊണ്ട് നന്നായിട്ട് തന്നെ മൂടി വെക്കുക. ആവി കൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. എന്നാലും ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്പരത്തി ഇപ്പോൾ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ഈ നാരങ്ങയെല്ലാം പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ നാരങ്ങയുടെ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇതിനകത്ത് കുറച്ചുകൂടെ നീര് കിട്ടും. നമുക്കിതൊക്കെ ഒന്നുകൂടെ വെച്ച് പിഴിഞ്ഞ് നോക്കാം. അപ്പം നമ്മൾ തിളപ്പിക്കാൻ പറ്റിയ നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ, പൂവെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പം നോക്കിയേ എൻ്റെ കളറുണ്ടോ. നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ഈ പരുവത്തിനകത്താണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വെച്ച് തിളപ്പിച്ചായിരുന്നു. ഇതിനകത്തോട്ടേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം നന്നായിട്ട്. പറഞ്ഞായിരുന്നല്ലോ 3/4 കിലോ പഞ്ചസാരയാണ് എടുത്തത്.
നിങ്ങൾ നോക്കണം, ഇതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി പഞ്ചാരനകത്ത് മിക്സ് ആവും. അപ്പോൾ ഈ നേരത്തെ തീ കൂട്ടി വെക്കണം കേട്ടോ. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഈ ഒരു ലായനിയും പഞ്ചസാരയൊക്കെ കൂടെ മിക്സായിട്ട് നന്നായിട്ട് ഏകദേശം ഈ ഫോമിലായിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കണം നമ്മുടെ ചെറുനാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കാണ് കറക്റ്റ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിയാൻ പോകുന്നത്. നമുക്കിത് മൊത്തം ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോഴത്തേക്ക് പഞ്ചസാര നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോഴത്തേക്ക് രക്തക്കണക്ക് വരണുണ്ട. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്ത് ഈ നാരങ്ങ വൃത്തിയായിട്ട് നിങ്ങൾ അതിൻ്റെ ഈ കുരു ഒന്നും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഒന്നും ഇല്ലാതെ അതിനെ ചെയ്ത്, പക്ഷേ എന്തോ 2-3 കുരുവിനകത്ത് വന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് വെച്ച് ഒന്നുകൂടെ അധികം ചൂടാക്കുകയൊന്നും വേണ്ട, ചെറിയൊരു ചൂടിലാക്കിയിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം നിങ്ങൾക്കിതൊരു കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ ഇത് നമുക്കപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്കിപ്പോൾ ഈ ചെമ്പരത്തിയുടെ ലായനി നമുക്കിതിനകത്തോട്ടേക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും അതിൻ്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തണ്ടും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ സ്ക്വാഷ് നന്നായിട്ട് ഇപ്പോൾ മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ആവി പോകുന്ന കാണാം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നന്നായിട്ട് ഇതങ്ങ് തുറന്ന് വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടെല്ലാം പോയി തണുത്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊരു സൈഡിലത് ഒരു 5-6 മണിക്കൂറെങ്കിലും വേണം നന്നായിട്ട് തണുത്ത് വരാനായിട്ട്, കാരണം പഞ്ചാരപ്പാനിയല്ലേ. അപ്പോൾ അത് കാരണം തണുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെറു കുപ്പികളിലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ കുപ്പികളിലോട്ട് മാറ്റി സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്കെ നല്ല മനോഹരമായ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഐറ്റംസിൻ്റെ പുതിയ വിഭവങ്ങളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്നാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് ശ്രീ സൈനിങ് ഔട്ട്.